വെൽക്കം ടു ദൻ മലയാളം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വളരെ അത്യാവശ്യമായിട്ട് ഓരോ ട്രേഡറും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഫോളോ ചെയ്യേണ്ടുന്ന ചില റൂൾസിനെ പറ്റിയിട്ടാണ്. ഒരു 4-5 പോയിന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 6 പോയിന്റ്സ് ഉണ്ടാവാം. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഡിസ്കഷൻ ഇൻ ദ സെൻസ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. സോ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പോയിൻറ്റും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ കൂടുതൽ പോളിഷ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ ഇൻട്രാഡേ എഫിഷ്യൻസി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതൊരു സ്ട്രിക്റ്റ് പ്രോട്ടോക്കോളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇപ്പോൾ താങ്കളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ താങ്കളുടെ കറക്റ്റായിട്ടുള്ള വിഷൻ എന്തായിരിക്കും? യു ആർ ആൻ ഇൻട്രാഡേ ട്രേഡർ. അവിടെ പിന്നെ നമ്മൾ ഒരു കോംപ്രമൈസിന് തയ്യാറാകാൻ പാടില്ല എന്നുള്ളതാണ്. ലൈക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നിങ്ങളൊരു പൊസിഷനിലേക്ക് എൻട്രി ചെയ്യുന്നു. അത് നിങ്ങൾ ഇൻട്രാഡേ പൊസിഷനിലാണെങ്കിൽ വെദർ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾ അന്നേ ദിവസം തന്നെ എക്സിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു പെർഫെക്റ്റ് ഇൻട്രാഡേ ട്രേഡർ. അത് 1 പോയിന്റ്. അപ്പോൾ ഈ ഒരു അത് ഏറ്റവും കീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്. ഇൻട്രാഡേ ട്രേഡ്, ഞാനൊരു ഇൻട്രാഡേ ട്രേഡർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നു, അത് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്നില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് തോന്നിയതുപോലെയൊക്കെ ചെയ്യുന്നു. ഇറഗുലറായിട്ട് ഒരു ദിവസം ഒരു വീക്ക് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നു, അന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു, ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ ഉടനെ ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയൊക്കെ ഒരു ഇറഗുലർ അല്ലെങ്കിൽ അമച്വർ ഇൻട്രാഡേ ട്രേഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാനൊരു ട്രേഡർ, അത് ഏത് ഗണത്തിൽപ്പെട്ട ട്രേഡർ ആണെന്ന് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അസ്യൂം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാനിത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ, ഇൻട്രാഡേ ട്രേഡർ ആണ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടുന്ന നമ്മളുടെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരു ഓവർ എ പീരീഡ്, ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നമുക്കിതിലേക്ക് വരാൻ കഴിയില്ല. ഓവർ എ പീരീഡിലൂടെ മാത്രമേ നമുക്കതൊക്കെ അക്യൂർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ 4-5-6 പോയിൻറ്റ്സ് പറയാൻ പോകുന്നത്, നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതും എല്ലാ ദിവസവും എല്ലാ പോയിൻറ്റ്സും ഫോളോ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. ബട്ട് അത് ഒരു മതമായിട്ട് അല്ലെങ്കിൽ ഒരു വ്രതമായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഒത്തിരി നാൾ കഴിയുമ്പോൾ നമ്മൾ അതിൽ ഒരു സീസണിങ് വരും, നമുക്കൊരു പ്രാക്ടീസ് വരും, നമുക്ക് പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഏതൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് വെച്ചാൽ, ഇതെല്ലാവരും കോമൺ ആയിട്ട് പറയുന്നതല്ലേ സർ? അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും ശരി, മൊത്തത്തിൽ പറയുന്ന പേരാണല്ലോ ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. എഗ്രീഡ്, ഞാൻ അതിലും എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രെൻഡ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടുന്നത്. പകരം നമ്മൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഈസിയാണ്, അതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നിഫ്റ്റി അന്നത്തെ ദിവസം എങ്ങോട്ടാണ്, അതിനുള്ളിൽ നമുക്ക് അഡ്വാൻസ് ഡീക്ലൈൻ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് ഏത് പോർട്ടൽസിൽ നിങ്ങൾ പോയാലും ശരി, നിങ്ങൾ ഈവൻ ഗൂഗിളിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ടുഡേയ്സ് അഡ്വാൻസ് ഡീക്ലൈൻ റേഷ്യോ ഓഫ് NSE എന്ന് നിങ്ങൾ ചുമ്മാ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ അതിൽ തന്നെ അപ്പോൾ തന്നെ അഡ്വാൻസ് ഡീക്ലൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര സ്റ്റോക്സ് ആണ് അഡ്വാൻസിൽ നിൽക്കുന്നത്, അതായത് മുകളിലേക്ക് നിൽക്കുന്നത്. ഡീക്ലൈൻ എന്ന് പറയുന്നത് എത്ര സ്റ്റോക്സ് ആണ് ഡീക്ലൈനിലേക്ക് നിൽക്കുന്നത്, അതിൻ്റെ റേഷ്യോ ഇപ്പോൾ 1800 സ്റ്റോക്സ് അഡ്വാൻസിൽ നിൽക്കുന്നു, 300-400 സ്റ്റോക്സ് ഡീക്ലൈനിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പിടികിട്ടും? നമുക്ക് അന്നത്തെ മാർക്കറ്റ്സ് മൊത്തത്തിൽ അപ്പോൾ ബുള്ളിഷ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് മാത്രം നല്ലോണം അറിഞ്ഞാൽ മതി, ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊരു പാർഷ്യലി മാത്രമേ ശരിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ്
ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഷോർട്ട് ടേം ട്രെൻഡിനൊക്കെ നമ്മൾ ഫണ്ടമെൻ്റൽസ് നോക്കാറില്ല എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ഭൂരിഭാഗം ലെസൺസും നിങ്ങൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ളതിൽ ഭൂരിഭാഗം ലെസൺസിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്ന ഒരാൾക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബേസിസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രത്യേകിച്ച് സ്റ്റോക്സിൻ്റെ ഈക്വിറ്റി അതിപ്പോൾ നിങ്ങൾ ഡെറിവേറ്റീവ്സിലാണെങ്കിൽ പോലും നിങ്ങൾ എന്താ പറയുക ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കേണ്ട കാര്യമില്ല. പകരം ടെക്നിക്കൽ അനാലിസിസ് ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ മൂവിങ് ആവറേജിന് മുകളിലാണോ, അല്ലെങ്കിൽ RSI 60ക്ക് എബോവ് ആണോ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ബേസിസിൽ നിങ്ങൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയുക സക്സസ്ഫുൾ ആകാമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് അവിടെ ഉള്ളത്. 101% ഞാൻ പറയും നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസും കൂടി ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ HDFC ബാങ്ക് അല്ലെ ICICI ബാങ്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റോ ആയിക്കോട്ടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് വരുന്നു 4 to 5% തന്നെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്ക് മുന്നോട്ട് തന്നെ വരുന്നു. ഫസ്റ്റ് 3 minutes അല്ലെങ്കിൽ 5 minutes ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിൽ വരുന്നു, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിലേക്ക് വരുന്നു. സോ നാച്ചുറലി വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാതെയാണ് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെയാണ് ഓപ്പറേറ്റർ ട്രാപ്പിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. അതായത് അന്നത്തെ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഏത് സ്റ്റോക്സിന് വേണമെങ്കിലും എന്ത് തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ്, ഏത് സ്റ്റോക്സ് മീൻസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പുറത്ത് ഒരു മൊമെൻറ്റം കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്, മൂവ് അല്ല. മൊമെൻറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ മൊമെൻറ്റം എന്തുകൊണ്ട് അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പുറത്തുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതും ഇൻട്രാഡേയിൽ നല്ല പ്രൊഫിഷ്യൻസി ആകണമെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ, ഫെയിലുവർ റേറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. വെറും ടെക്നിക്കൽ മാത്രം അറിഞ്ഞാൽ പോരാ. ദാറ്റ് ഈസ് കീ പോയിൻ്റ്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് അത്. ഇൻ മെനി കേസസ് ലൈക്ക് ഒരു പ്രത്യേകതരം ന്യൂസ് വന്നോട്ടെ, അല്ലെങ്കിൽ ഓവറോൾ ട്രെൻഡ് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് അനുസരിച്ചിട്ട് ഈവൻ ഡൗൺ സൈഡിലേക്ക് പോകുന്ന സ്റ്റോക്ക് ആയിക്കോട്ടെ, ഏത് തരം സ്റ്റോക്കോ ആയിക്കോട്ടെ, ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ അതിനുണ്ടാകുന്ന മാറ്റം, അതിൻ്റെ പുറത്തുണ്ടാകുന്ന ആ ട്രെൻഡിങ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് രണ്ട് തരം സംഭവിക്കുന്നു. ഒന്ന് ടെക്നിക്കൽ ബ്രേക്കൗട്ട്, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ഇൻ ദ സെൻസ് ഏതർ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ കപ്പിൾഡ് വിത്ത് ഫണ്ടമെൻ്റൽ. ടെക്നിക്കലും ഫണ്ടമെൻ്റലും സ്ട്രോങ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു അപ്സൈഡ് ഓർ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ വളരെ പുവർ ആയതിനു ശേഷം ബേസ്ഡ് ഓൺ സർട്ടൻ റിസൾട്ട്സ് റിലേറ്റഡ് ആയിട്ട് പുവർ ആയതിനു ശേഷം അത് നല്ല ഫോളിലേക്ക് വരുന്നൊരു സാഹചര്യം. അതല്ല വെറും ഒരു ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺസർട്ടൺ സിറ്റുവേഷൻസ് കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി TCSനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ബാഡ് ന്യൂസസ് റിലേറ്റഡ് ആയിട്ടുള്ള സംബന്ധിച്ചിടത്തോളം വെറും ഒരു ഇവൻ്റ് ബേസിസിലുള്ള ഒരു റാലിയാണോ, ഏതർ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് റാലിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ അത് ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു റാലിയാണെങ്കിൽ, അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, അത് ഏത് നിമിഷം വേണമെങ്കിലും റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഓർക്കുക. സോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്രേക്ക്ഔട്ട്സ്, നിങ്ങൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാവും, ക്യാൻഡിൽ സ്റ്റിക്സ് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ ഫോളോ ചെയ്യുന്നവരുണ്ടാവും, പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ റിലേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ അത് ഫണ്ടമെൻ്റലി വീക്ക് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഇൻട്രാഡേ ട്രേഡർ. ഓക്കെ, തേർഡ് പോയിന്റ് ഓഫ് ഇൻട്രാഡേ സ്ട്രാറ്റജി ഡിസൈനിലെ തേർഡ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ പലർക്കും നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യമില്ല.
മെയിൻലി നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, ഐ മീൻ സ്റ്റോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, വലിയ പ്രോബ്ലമാറ്റിക്സിലൊന്നും പോകാണ്ട് നമ്മൾ സ്ക്രീനേഴ്സ് യൂസ് ചെയ്യാറുണ്ടാവും അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രീനേഴ്സിൽ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് ചിലർ ചൂസ് ചെയ്യുന്നുണ്ടാവും, ടോപ്പ് ലൂസേഴ്സ് ചൂസ് ചെയ്യുന്നവരുണ്ടാവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ്. ബെയറിഷിലേക്ക് ട്രേഡ് ചെയ്യുന്നു, ബുള്ളിഷിലേക്ക് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ക്രീനറിനെ തന്നെ റീഡ് ചെയ്യുന്നതിലുണ്ടാകുന്ന പാകപ്പിഴകൾ ഒത്തിരി പേര് കമ്മിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇൻക്ലൂഡിങ് മൈസെൽഫ് ആസ് എ ട്രേഡർ. നമ്മൾക്ക് തന്നെ ഇൻട്രാഡേയിൽ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് ഒരു 5-10 ലിസ്റ്റ് എടുക്കുന്നു. അതിൽ നമ്മൾ ഇപ്പോൾ NSEയിൽ ടോപ്പ് ഗെയിനേഴ്സ് നമുക്ക് പോയി അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പോർട്ടൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ടോപ്പ് ലൂസേഴ്സ്, ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് പെർഫോമേഴ്സ്, ബെസ്റ്റ്, വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക സ്ക്രീനിങ് മെത്തേഡ്സ് ഈസി ആയിട്ട് സ്ക്രീൻ ചെയ്ത് നമ്മുടെ മുന്നിൽ നമുക്ക് കൊണ്ടു നിർത്തി തരും. അതിൽ നിന്ന് നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് അതിനെ ഇൻട്രാഡേ ട്രേഡിംഗ് ിലേക്ക് കൊണ്ടുപോകാൻ പലരും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്, പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. അത് എന്താ പറയുക മോശമല്ല, 100% അത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ നന്മയിലും ചില പാകപ്പിഴകളുണ്ട്. നമ്മൾ സ്ക്രീനർ റീഡ് ചെയ്ത് പക്ക എല്ലാം റെഡിയാക്കി ഓക്കെ ദിസ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞ് ഡിസിഷൻ മേക്കിംഗ് എടുത്തതിന് ശേഷം നമ്മൾ എൻട്രി ചെയ്യുന്നതിന് ശേഷമായിരിക്കാം അത് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഉൾട്ട അടിക്കുക എന്നൊക്കെ പറയാം. സോ അത്തരം സിറ്റുവേഷൻസിന് നമുക്ക് എങ്ങനെ മറികടക്കാമെന്നുള്ളത് നിങ്ങൾ എന്താ ചെയ്യുക, ടെക്നിക്കലി തന്നെ നമ്മൾ ഒരു എന്താ പറയുക സ്ക്രീനറിൽ നിന്നും ഒരു സ്റ്റോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ആ സ്ക്രീനറിൽ നിന്ന് കിട്ടിയ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ഒരു അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഓർ 10 ഡേയ്സ് പെർഫോമൻസും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാജുവലി അത് ഒരു ചെറിയ ഇപ്പോൾ ബുള്ളിഷിലേക്കാണെങ്കിൽ ചെറിയ രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമായിട്ടൊരു കൺസോളിഡേറ്റഡ് ഫോർമാറ്റ്, എന്നാൽ ഒരു ചെറിയ ബുള്ളിഷ് ബയാസോടുകൂടി മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. അതിനുശേഷം അന്നത്തെ ഒരു പർട്ടിക്കുലർ ഡേയിൽ സഡൻ ആയിട്ട് ഒരു അബ്നോർമൽ ഹൈക്ക് കൊടുത്തു. അത്തരം സ്റ്റോക്ക് തീർച്ചയായിട്ടും ബാക്കപ്പിന് ആളുണ്ട്, അല്ലെങ്കിൽ പിന്നിൽ നല്ല ബൈയിങ് പ്രഷർ ഉള്ളത് കൊണ്ടായിരുന്നു അത് മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഈ ഒരു റീഡിങ്ങിലൂടെ, ഇതെല്ലാം ഒബ്സർവേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ചില സ്റ്റോക്സ് കാണും വളരെ നേരത്തെ, അതായത് വളരെ പേലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഒത്തിരി നാളായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അതും ഒരു ഇറഗുലർ മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും, ഒന്നുകിൽ അപ്പ് സൈഡ് ഒന്നുകിൽ ഡൗൺ സൈഡ്, ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ ഒത്തിരി നാൾ പ്രീവിയസ് പാസ്റ്റ് ഡേയ്സിലെ പെർഫോമൻസ് ഒക്കെ വീക്കായിരിക്കുക, അല്ലെങ്കിൽ വീക്കോ അപ്പോ ഒരു പ്രോപ്പർ വ്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഷേപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണുകയാണ്. ബട്ട് ഓൾ ഓഫ് എ സഡൻ അന്നത്തെ ദിവസം അന്നത്തെ പ്രൈസ് ഒരു വലിയ സ്പൈക്ക് കൊടുക്കുകയാണ്, അത് ഏതർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അത്തരം സ്റ്റോക്കുകൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളത് മസ്റ്റ്. കാരണം അത് എത്ര സ്പീഡിൽ അത് മുന്നോട്ടോ പിന്നോട്ടോ പോയാലോ അതിൻ്റെ അത്രയും സ്പീഡിൽ തന്നെ അത് തിരിച്ചു വരാനും സാധ്യതയുണ്ടാവും. ഇതെല്ലാം പ്രോബബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, ബട്ട് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ ഇൻ മോസ്റ്റ് കേസസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് പ്യുവർലി ടെക്നിക്കലാണ്. എന്താണ്, എല്ലാവർക്കും എൻട്രി ആൻഡ് എക്സിറ്റ് ലോജിക്ക് നമ്മൾ പല ആവർത്തി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, എവിടെ നമ്മൾ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റിൽ നമ്മൾ നിർത്തണം. നമുക്ക് ഇപ്പോൾ നല്ല പ്രോഫിറ്റ് പൊസിഷനിലാണെങ്കിൽ പോലും അത് മതി എന്ന് കറക്റ്റായിട്ടുള്ള ടാർഗറ്റ്, അത് ടാർഗറ്റ് ലെവലും അതേമാതിരി എൻട്രിയും. നിങ്ങളിപ്പോൾ ഒരു ഹൈ വന്നു, അതും റീട്രേസ്മെൻറ്റ് കണ്ടു, മൂന്നാമത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി ആണ് എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അവിടെ കൊണ്ടുപോയി വെള്ളം ചേർക്കരുത്. അത് ഒരു ഹൈ വന്നു, ദെൻ എഗെയിൻ താഴ്പോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ തോന്നലുകളുണ്ടല്ലോ, ഈ തോന്നലുകൾ ഇനി തിരിച്ചിത് മേളിലോട്ട് കയറാം, അപ്പോൾ വെറുതെ ആ താഴ്ന്ന് വന്നിട്ട് അപ്പോൾ ആ താഴേന്ന് ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള തോട്ട് ഒഴിവാക്കുക. എൻട്രി ഓൾവേസ് ഷുഡ് ബി പെർഫെക്റ്റ്. അത് നിങ്ങൾ സ്ട്രാറ്റജി ബേസിസിൽ തന്നെ ആയിരിക്കണം. എന്തായിരിക്കണം സ്ട്രാറ്റജി? എയ്തർ ഹൈ ലോ ബ്രേക്ക് ചെയ്യുന്നു, അതും സെക്കൻഡ് ടൈം അല്ലെങ്കിൽ തേർഡ് ടൈം ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എൻട്രിയിലേക്ക് പോവുക. അത് അപ്പ് സൈഡിലാണെങ്കിൽ, ഇനി ഡൗൺ സൈഡിലാണെങ്കിലോ ഫസ്റ്റ് ഒരു ലോ വന്നു, തിരിച്ചത് മുകളിലേക്ക് പോയി, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോയി, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വന്നു എന്നിട്ട് അന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ടാൽ മാത്രം നമ്മൾ
എൻട്രിയിലേക്ക് പോവുക. അല്ലെങ്കിൽ അന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ടാൽ മാത്രം നമ്മൾ എൻട്രിയിലേക്ക് പോവുക. എന്നിട്ട് അന്നത്തെ ഓപ്പണിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ, അതിൽ നിന്നും ഹൈ എത്ര വരെ നിങ്ങൾ മെൻഷൻ ചെയ്തുവോ, ഹൈ എത്ര കണ്ടുവോ ആ ഹൈ തന്നെയായിരിക്കും പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും. അവിടെ നിങ്ങൾ ടാർഗറ്റ്, ഇത് ഞാൻ വെറുതെ പറയല്ല, ഈ പറയുന്ന എൻട്രി ആൻഡ് എക്സിറ്റ് ടാർഗറ്റ്സിനെ പറ്റിയിട്ട് പ്രീവിയസ്ലി 1-2 വീഡിയോസിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൊസിഷൻ സൈസിങ്. എത്രയാണെങ്കിലും നമ്മളുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ ആ ക്യാപിറ്റലിൻ്റെ കംപ്ലീറ്റ് ക്യാപിറ്റൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ട് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങും ഒരു ഇൻട്രാഡേ പൊസിഷൻസിലും നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. എസ്പെഷ്യലി ഇൻഡെക്സ്, അതും ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം, അതും ബയ്യിങ് ലെവലിലേക്ക്, ഓപ്ഷൻ ബയ്യിങ് സോണിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ മിനിമം എന്താ പറയുക, ഏറ്റവും ബെയർ മിനിമം 50% എങ്കിലും നിങ്ങൾ മാറ്റി വച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ബാലൻസ് എമൗണ്ടിലൂടെ ഉള്ള ബാലൻസ് എമൗണ്ട് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിലേക്ക് പോകാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മോർ റിസർച്ച് നടത്തി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിടികിട്ടും. അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ പോയി കാണൂ, നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളെപ്പോഴും ശരിക്കുള്ള ഐഡിയൽ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, നോർമലി 1 lakh ആണെങ്കിൽ 20%, അത്രയാണ് 20,000. അപ്പോൾ അതെന്ന് പറയുന്നത് തീരെ ലോ ആയിട്ട് നിങ്ങൾക്ക് കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 30 അല്ലെങ്കിൽ 40% വരെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യൂ ഇൻ പ്രാക്ടിക്കൽ സെൻസിൽ. അതിന് മുകളിൽ, അതായത് ഒരു 1 lakh ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം ഒരു 30,000 to 40,000 മേളിൽ നിങ്ങൾ ₹1 പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻട്രാഡേ ട്രേഡിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂജ് ലോസ് ചിലപ്പോൾ ഫേസ് ചെയ്തെന്ന് വരും. 4, 5, 6 ട്രേഡ്സിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന പ്രോഫിറ്റ്സ് നമ്മൾ ഒറ്റ ട്രേഡിൽ തന്നെ നമ്മൾ അവസാനിപ്പിച്ച് നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് ലോസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഓക്കെ, സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോമോ എന്ന് പറയുന്നത് എന്താണ്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തു, നിങ്ങൾ കൃത്യമായിട്ടുള്ള എൻട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ടാർഗറ്റ്സ്, ചിലരെന്താണ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും റെഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, ഹോപ്പ്. റെഡ് വരുമ്പോൾ, അതായത് നമ്മൾ പ്രൈസ് താഴ്പോട്ടേക്ക് പോവാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കയറി വരുമെന്നുള്ള ഒരു സ്വയം ഒരു തെറ്റായ ആശ്വാസം, നമ്മളുടെ മനസ്സ് നമ്മളോട് തന്നെ നമ്മളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പറയുന്നത്, തിരിച്ച് കയറി വരുമെന്നുള്ള ഒരു തെറ്റായ തോന്നൽ. ഇനി പ്രോഫിറ്റിലേക്ക് വന്നാലോ ഉടനെ തിരിച്ച് താഴ്പോട്ടേക്ക് പോകുമെന്നുള്ള ഒരു തെറ്റായ, അതും ഒരു അറിവ് തന്നെയാണ്. സോ നമ്മൾക്ക് ഇത് രണ്ടും പാടില്ല. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത് എന്താണെന്നും അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും നിങ്ങൾ എന്താ പറയുക, വീണ്ടും കൂടുതലായിട്ട് അതിനെപ്പറ്റി റിസർച്ച് നടത്തി പഠിച്ച് അതിലൂടെ ആ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ഓൾ ഓഫ് എ സഡൻ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൽ നിന്നും കരകയറി വരുവാൻ. പൊസിഷൻ സൈസിങ്ങിൽ നിന്നും കരകയറി വരുവാനും വളരെ പ്രയാസമാണ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഒരു ടോപ്പിക്കും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സ്ലോ ബട്ട് സ്റ്റഡിലി യു ക്യാൻ ഓവർകം ഓൾ ദീസ് ആൻഡ് ക്യാൻ ബിക്കം ആൻ ബെസ്റ്റ് ഇൻട്രാഡേ ട്രേഡർ. ഓക്കെ, സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പൊക്കെ കൊടുക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.